4-5 ദിവസമായി പട്ടി വെള്ളം ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാട്ടർ ടാങ്കില്ലേ, ബോട്ടിലാണ്. അപ്പൊ ജനങ്ങളൊക്കെ മാക്സിമം ശ്രമിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് കിട്ടുന്നില്ല. അതിനെ ഗ്ലാസിന് കൂടെ ശരിക്കും കാഴ്ച കാണുന്നോണ്ട് അവര് ഓടി കഴിച്ചിലാവണം. മാക്സിമം ഈ ജനങ്ങൾ ഇവിടെയുള്ള 4-5 ദിവസമായി ഇത്. നിങ്ങളത് ഇവിടെ ഈ ഇതിലുള്ളതല്ല, ഈ കൂടുതലുള്ള നായാണുള്ളത്. ഒഴിഞ്ഞ പറമ്പായിട്ട് ഇവര് ഈ തെരുവ് നായ്ക്കൾ കുറെ ഉണ്ട്. പക്ഷെ അതൊരു ടൈമിലാണ് ഇവര് ഇവിടെ ഇറങ്ങുന്നത്. ഈ പട്ടി ഇങ്ങനെ മെച്ചൂരിറ്റി ആവുന്ന സമയത്താണ് ഇവര് വരിക. അവരൊന്നും ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരൊന്നല്ല. കുറച്ച് ആളുകളൊക്കെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കൊടുക്കണമല്ലോ അവിടെ? ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഏതായാലും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു വ്യക്തി എന്നല്ല, ഇവിടെയുള്ള മനുഷ്യസ്നേഹികൾ എല്ലാവരും അതിന് ഫുഡുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിന് ഫുഡുകളൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കഴിച്ചിലാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കലുണ്ട്. പക്ഷെ അവർക്ക് കഴിയാഞ്ഞിട്ടാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആളും ഒരു ബായിയാണ്. ബായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെ പിടിക്കാൻ നോക്കിയാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ സാമഗ്രികളില്ലാതെ എന്തായാലും പിടിക്കാൻ കഴിയില്ല. കാരണം അത് ഒരു പുറത്തേക്ക് കാണുന്ന ടൈപ്പ് ബോട്ടിലും കൂടി ആയതുകൊണ്ടാണ് പ്രശ്നം. ഇവിടുത്തെ നായ്കൾക്ക് എല്ലാവരും ഓരോ പേരുകളൊക്കെ ഇട്ടണേ. എങ്ങനെയൊക്കെ പേരുകൾ? പല പേരുകളുണ്ട്. ശരി. അപ്പോൾ ഇവിടുത്തെ ഓരോ നായ്ക്കളെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് അറിയില്ല. പക്ഷേ ഇവർക്ക് അറിയും കറക്റ്റ്. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ഇവരെല്ലാവരും അതിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, അതിന് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവര് തൊട്ടടുത്തുള്ള ആളുകളുടെ ശല്യം ഉണ്ടാവും. അവർ നായായി പോയല്ലോ, അതുകൊണ്ടാണ്. അല്ല, നായ്ക്കൾ പൊതുവേ എല്ലാവർക്കും ശല്യമാണ്. പക്ഷെ ഇവിടുന്ന് അല്ലാണ്ട് പ്രശ്നങ്ങളില്ല. ഇതൊരു സ്ഥലത്തെ ഒഴിഞ്ഞ പറമ്പിൽ അങ്ങനെ ഒരു സുരക്ഷിതമായി കഴിയുന്നത് മാത്രം. അപ്പോൾ ഇവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇവിടെ അടുത്തുള്ള വീട്ടുകാർ എല്ലാവരും ഇവർക്ക് ഫുഡുകൾ ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇതിന് ബാക്കിൽ നടന്ന ആളാണ് നമ്മളെ ഈ ബായി. കുറേ കഴിച്ചിലാക്കാൻ നോക്കി. ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളെ സമൂഹത്തിൽ വേണ്ടത്. ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരും ഇങ്ങനെ സംരക്ഷിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അവർക്കും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നായ്ക്കളെ കൊല്ലലും പല സംഭവങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേറിട്ട ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ ദിവസവും ഞാൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോകളാണ് എൻ്റെ ചാനലിലിടാറ്. പക്ഷേ ഇന്നൊരു മാറ്റം. എൻ്റെ നാടായ ചേളാരിയിൽ ഒരു തലയിൽ ബോട്ടിൽ കുടുങ്ങിയ നായുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തായ മൊയ്തീൻക്ക് എന്നെ വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു വിളിച്ചത്. ഇന്നലെ രാത്രി ഞാൻ ഒന്ന് ശ്രമിച്ചു, കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് പകൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 5 ദിവസമായി ആ ബോട്ടിൽ ആ നായയുടെ തലയിലുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന് ശ്രമിച്ചു റെസ്ക്യൂ ചെയ്യാൻ, ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതിന് ഒന്ന് ഇറങ്ങിയതാണ്. നമുക്ക് കഴിയുമെന്ന് നോക്കാം. ഈ വായൻ്റെ ഉള്ളിലുണ്ട് ആൾ. അവിടെ പോവില്ല.
പിടിക്കാനോ? ഇപ്പോൾ കുഴഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ആളെ പിടിച്ച് ഒരു ബോട്ടിലായിരുന്നു ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിൻ്റെ ടോപ്പിൽ വെള്ളം കമത്തി വെക്കണതാണ്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് കുടുങ്ങിയത്. എങ്ങനെയായാലും അതിനൊറ്റയ്ക്ക് ഇതിൽ നിന്ന് കഴിച്ചിലാക്കാൻ അതിന് കഴിയില്ല, നമ്മളെ സഹായം ഇല്ലാതെ കഴിയില്ല. അതായത് ഇന്നലെ രാത്രി ഒന്നും ശ്രമിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുരിയാക്ക് അതിന് എന്നെ വിളിച്ചിരുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. മുരിയാക്ക ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ട് ഒരാഴ്ചവരായി. അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യത്തെ ഒന്ന് പദം പറ്റെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കാത്തുന്നത്. അത് നമ്മൾ പിടിക്കാൻ കഴിഞ്ഞ അതിൻ്റെ ശേഷം നമ്മൾ കുറേ ആയിട്ട് വയ്ക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി, കുറേ നടന്നില്ലേ? കുറേ നടന്നിട്ടുണ്ട്. അതായത് ഇന്ന് എന്തായാലും വേണ്ടിയില്ല, ഈ അബുക്കൻ്റെ സഹായത്താൽ അത് രക്ഷപ്പെട്ടു. ഒരുപാട് ആൾക്കാർ ഇതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയാണ്, പക്ഷെ ആർക്കും കഴിഞ്ഞില്ല. കാരണം ഇതിങ്ങനെ ഓടുകയാണ് കിടന്നാണ്ട്. അപ്പോൾ ഒരു സഹായം ഇല്ലാതെ അവർക്ക് കഴിയില്ല. അതായത് നമുക്ക് അതിനെ കുഴപ്പമില്ലാതെ അതിനെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞ്. മറ്റേ ബോട്ടിലുകളൊക്കെ പൊതുവെ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അവർ ഇതിൽ വെള്ളം ഉണ്ടാവും എന്നുള്ള ഇതിലെ പ്രതീക്ഷയിലാണ് അവർ അതിൽ തലയിട്ടുണ്ടാവുക നായ. അപ്പോൾ പിന്നെ അതിന് പുറത്ത് ചാടാൻ കഴിഞ്ഞില്ല. ഏതായാലും അവിടെ ഒരു ഒരുവിധ ആൾക്കാരൊക്കെ ഇതിനെ പിടിക്കാൻ നോക്കിയാണ്. ആൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഓടുകയാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഒന്നാമത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചടിക്കുന്ന കറക്റ്റ് പുറത്തേക്ക് അതിന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അത് കിടന്നിങ്ങനെ ഓടുന്നത്. പക്ഷേ കാണാത്ത പാത്രങ്ങളാണെങ്കിൽ അതിന് ഓടാൻ ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ പാത്രങ്ങളാണ് അധികം അവർ കുടുങ്ങി കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. ഏകദേശം ഒരാഴ്ചയോളൊക്കെ കഴിഞ്ഞാൽ കുടുങ്ങോളും. അതെല്ലാം നമ്മളതിനെ കുഴപ്പമില്ലാതെ റെസ്ക്യൂ ചെയ്ത്. എന്താ കുറച്ച് ശീലിച്ചാലും ഞങ്ങളുണ്ടാവും. ഇന്നലെ രാത്രി ഒരുപാട് ഓടി പോയ ആ ഭാഗത്തു നിന്നൊക്കെ കുറേ നോക്കി. ഞങ്ങൾ ഏകദേശം ഒരു 9 മണി മുതൽ 10-11 വരെ ഞങ്ങൾ ഓടി നോക്കി. പക്ഷേ അതിനെ കിട്ടിയില്ല. ഇപ്പം കറക്റ്റ് ടൈമിൽ മൂപ്പര് കണ്ട് അങ്ങനെയാണ് നമ്മൾ നോക്കിയത്. അതുപോലെ അതിനെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു. കുഴപ്പമില്ല. ഭൂമിയിലെ മലിനീകരണം കൊണ്ട് വരുന്ന ഒരു അസുഖങ്ങൾ അവരെ സ്കിന്നെ ബാധിക്കുന്ന അടുക്കാണ്. അവരും കൂടി നമ്മുടെ ഭൂമിയിൽ ഇല്ലെങ്കിൽ അത് നേരിട്ട് മനുഷ്യനെ തന്നെ ബാധിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ ഇതിനെപ്പറ്റി അറിഞ്ഞ ആൾക്കാരാണ്. ഒരു ചാനൽ. അപ്പോൾ 5 ദിവസമായി ബൈ പറയണേ. ബൈക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഫസ്റ്റ് നോക്കണേ അവിടത്തെ അങ്ങനെ പൊടിച്ചാണ് ഞങ്ങൾ പോലെ. പിന്നെ നമുക്ക് കമ്പനിക്ക് പുറത്ത് ഇടും കേരളില്ല അവിടത്തെ കാണുന്നത്. പിന്നെ ഞാൻ അവിടുത്തെ 3-4 ദിവസം ട്രയലിപ്പോൾ പൊടിച്ചില്ല. ശരി. അപ്പോൾ ഓരും പിടിക്കാൻ നോക്കിയാണ്, കഴിയാത്ത പോയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് 4-5 ദിവസമായി. 5-ാമത്തെ ദിവസം നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ്. ആൾ കുറച്ച് ഒരു ടയർഡായാണ്. എന്നാലും ഫുഡും ഭക്ഷണമൊക്കെ കിട്ടി വെള്ളമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആൾ ഉഷാറാവും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. കൺഗ്രാറ്റ്സ്. ഓക്കെ.